നിശബ്ദ പ്രചരണത്തിൽ പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെല്ലാം വലിയ പ്രതീക്ഷയിലാണുള്ളത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 55-ാം വാർഡ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സാജോ ജോണ് നമുക്കൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട്? നിശബ്ദ പ്രചരണമാണ്, പ്രതീക്ഷ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ? കുഴപ്പമില്ല, നല്ല ഒരു വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് ഈ പ്രാവശ്യം. പാലക്കാട് 35-ാം വാർഡ്, വെണ്ടക്കര സെൻട്രൽ എന്നാണ് അതിൻ്റെ പേര്. ഞാനിപ്പോൾ ഈ വാർഡത്തെ എല്ലാ വോട്ടർമാരായിട്ട് നല്ല പരിചയമായി. പിന്നെ ഞാൻ കഴിഞ്ഞ 3 വർഷത്തോളം 41-ാം വാർഡിനെ പ്രതികരിച്ചുകൊണ്ട് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇവരെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങളായിട്ട് നല്ലൊരു കൂട്ടുകെട്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തായാലും ഈ വാർഡ് BJPയിൽ നിന്നും UDF പിടിച്ചെടുക്കുന്നുള്ള ഒരു ഉറപ്പുണ്ട്. അതുപോലെ തന്നെ നഗരസഭാ ഭരണവും BJPയിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലേക്ക് UDF ഉറപ്പായിട്ടും. കഴിഞ്ഞ 10 വർഷം പാലക്കാട് നഗരസഭയിൽ എന്താണ് ചെയ്തതെന്ന് പാലക്കാട് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഈ UDF വൻ ഭൂരിപക്ഷത്തോടെ പാലക്കാട് നഗരസഭ തിരിച്ചു പിടിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. എത്ര സീറ്റ് കിട്ടും UDFന്? ഒരു ഭരിക്കാനുള്ള ഭൂരിപക്ഷം എന്തായാലും ഉണ്ടാവും. ഒരു 27 സീറ്റെങ്കിലും കിട്ടുന്നതാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ. അപ്പോൾ എന്തായാലും അവസാനത്തെ സമയമാണ്, നിശബ്ദ പ്രചാരണമാണ്. എന്തുകൊണ്ട് UDFന് വോട്ട് ചെയ്യണമെന്നൊരു 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? കഴിഞ്ഞ 10 വർഷം BJP ഭരണം കാഴ്ചവെച്ചത് പാലക്കാട് നഗരത്തിലെ ഓരോ വ്യക്തിക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ കുറേ ബിൽഡിങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു. ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഈ പാലക്കാട്ടത്തെ ജനതയ്ക്കറിയാം, ഒരു ബിൽഡിംഗ് വർക്കില്ല എന്നറിയാം. പിന്നെ നായ്ക്കളുടെ ശല്യം പാലക്കാട് ഫുള്ളായിട്ടുണ്ട്. ഒരു ഷെൽട്ടർ ഹോം തുടങ്ങി നായ്ക്കളെല്ലാം അടയ്ക്കണമെന്ന് പ്രതിപക്ഷമായി അന്നത്തെ കാലത്ത് ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അതിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. പിന്നെ കുടിവെള്ള പദ്ധതിയിൽ അവർ അമൃതിൻ്റെ കുടിവെള്ള പദ്ധതിയാണെന്ന് പ്രഖ്യാപിച്ച പൈപ്പ് ലൈൻ മുഴുവൻ ഇപ്പോൾ പൊട്ടി റോഡ് മുഴുവൻ ഒലിക്കുകയാണ്. അതേ പല റോഡുകളും BNBC ചെയ്ത റോഡുകളടക്കം ഇപ്പോൾ പൊട്ടി വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അത് പാലക്കാടത്തെ ജനത തിരിച്ചറിഞ്ഞിട്ട് എന്തായാലും ഇപ്രാവശ്യം പാലക്കാട് നഗരസഭ UDFനോട് നിൽക്കുന്നു. തീർച്ചയായിട്ടും നഗരസഭ കൂടെ നിന്നാൽ UDF ഈ പാലക്കാട് ജനതയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ആദ്യം ഞാൻ പറയുകയാണെങ്കിൽ പാലക്കാട് ജനതയ്ക്ക് നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയമാണ് എൻ്റെ ഒരു മനസ്സിലുള്ളത്. അത് കുറേ കാലമായിട്ട് ഒരു കായിക സമ്മേളനത്തിനും അതേമാതിരി ഫുട്ബോൾ കളിക്കുന്നതിനും എല്ലാത്തിനും ഒരു സ്റ്റേഡിയം പാലക്കാട്ടുകാർക്ക് ആവശ്യമാണ്. അത് എന്തായാലും ഒരു ഉറപ്പ് നൽകുകയാണ്. പിന്നെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കുറച്ചും കൂടി ഉറപ്പ് നൽകുകയാണ്. മൂന്നാമത്തെ കാര്യം, ഈ കുടിവെള്ളം എത്താത്ത ഭാഗത്തേക്കും ഈ അമൃതിൻ്റെ പൈപ്പ് പൊട്ടിയതിനെയൊക്കെ മാറ്റി ഒരു പുതിയ കുടിവെള്ള പദ്ധതി ഉപയോഗപ്പെടുത്തി. ഇപ്പോൾ ഈ തിരുനെല്ലി പ്രദേശത്ത് കഴിഞ്ഞ 4 ദിവസമായിട്ട് വെള്ളം കൂടി ഉണ്ടായിരുന്നില്ല. ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടി. ഇപ്പോൾ ഇലക്ഷൻ പ്രോട്ടോക്കോൾ കാരണം നമുക്കും അങ്ങോട്ട് സഹായിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്രാവശ്യം UDFന് അനുകൂലമായി പാലക്കാട് നഗരസഭ നിൽക്കുന്ന ഉറപ്പ് നൽകി. BJP അവരുടെ പ്രതീക്ഷകൾ ചോദിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതലായി എടുത്തു പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ റിബലുകൾ, കോൺഗ്രസിൻ്റെ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ, ഇത് തങ്ങൾക്ക് അനുകൂലമാവും എന്നുള്ളതാണ് BJP പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അത് ബുദ്ധിമുട്ടാവോ കോൺഗ്രസിനും UDFനും? അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ചില വാർഡുകളിൽ അതൊരു പ്രതിഫലിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അവിടെ UDF സ്ഥാനാർത്ഥികൾ വൻ വിജയത്തോടെ തിരിച്ചു വരും. ഒരു ബുദ്ധിമുട്ടില്ലാതെ വരും. UDF അധികാരത്തിലെത്തും ഉറപ്പായിട്ട് പറയുന്നു. ഇതാണ് പാലക്കാട് UDFൻ്റെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത്. ഏതായാലും ഭൂരിപക്ഷം നേടും, പരമാവധി സീറ്റുകൾ നേടും. അങ്ങനെ UDF ഇത്തവണ അധികാരത്തിൽ വരും എന്നൊരു പ്രതീക്ഷയാണ് സാജോ ജോൺ പങ്കുവെക്കുന്നത്. ഏതായാലും തികഞ്ഞ പ്രതീക്ഷയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നിശബ്ദ പ്രചരണത്തിലും ഈ പ്രചരണം പരമാവധി നടത്തുക, പരമാവധി വോട്ടർമാരെ കാണുക, വോട്ടുറപ്പിക്കുക, വിജയം നേടുക എന്ന നീക്കത്തിലേക്കാണ് UDFും പാലക്കാട് കടക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.